ആദ്യമായിട്ടാണ് ഒരു സിനിമ 100 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രതിച്ഛായ എന്ന ഈ സിനിമയാണ്. 6000-7000 പേര് വരെ പങ്കെടുത്ത സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നു. ഒട്ടനവധി ലൊക്കേഷനുകളുണ്ടായിരുന്നു. പല ലൊക്കേഷനും വളരെ വൈഷമ്യം പിടിച്ച ലൊക്കേഷനുകളായിരുന്നു. അപ്പോൾ ആ സിനിമ പൂർത്തിയായി ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന ഈ വേളയിൽ എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരെ ഈ വേദിയിലേക്ക് വിളിക്കണമെന്നുണ്ട്. എൻ്റെ ഡയറക്ഷൻ ടീം മുഴുവനും ഈ വേദിയിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചന്ദ്രമോഹൻ, എഡിറ്റർ മനോജ്, മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ വർഗീസ്, സൗണ്ട് ഡിസൈനേഴ്സ് സിദ്ധാർത്ഥ് ആൻഡ് ശങ്കരൻ, സൗണ്ട് മിക്സ് ചെയ്യുന്ന വിഷ്ണു സുജാതൻ, കളറിസ്റ്റ് ശ്രീക് വാര്യർ, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ആർട്ട് ഡയറക്ടർ അജി, ഫിനാൻസ് കൺട്രോളർ അനിൽ, മേക്കപ്പ് റോണക്സ് പോയോ എന്ന് സംശയമുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകുന്നു. കോസ്റ്റ്യൂം ചെയ്ത സിജി, ഡിസൈൻ ചെയ്യുന്ന യെല്ലോ ടൂത്ത് വിമൽ, ഈ സിനിമയുടെ PRO ആയിട്ടുള്ള സതീഷ്, ഫോക്കസ് പുള്ളർ സുജീഷ്, അദ്ദേഹം ഏതോ വർക്കിലാണ്, VFX ചെയ്യുന്ന അശ്വിൻ, ഇതിൻ്റെ ഒരു AI റിലീസ് ചെയ്ത അജ്മൽ, പിന്നീട് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച നിരവധി തൊഴിലാളികളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിയനുണ്ട്. അവരുടെ പ്രതിനിധി രാജേഷ്, ഡ്രൈവേഴ്സിനെ പ്രതിനിധീകരിച്ച് അനിൽ, ജിപ്പ് ഓപ്പറേറ്ററായിട്ടുള്ള സൂരജ്, പാന്തർ ഓപ്പറേറ്റർ രാജേഷ്, യൂണിറ്റിൽ നിന്ന് ദിലീപ്, ക്യാമറയിൽ നിന്ന് അനൂപ്, ആർട്ട് അസിസ്റ്റന്റ് ദീപു, മേക്കപ്പ് അസിസ്റ്റ് ചെയ്ത വിഷ്ണു, കോസ്റ്റ്യൂം രജനി, ഹെയർ സ്റ്റൈലിസ്റ്റ് ഷബ്ന, സ്റ്റിൽ ചെയ്ത അമൽ, DOPയുടെ അസോസിയേറ്റ് ലോകേഷ്, മേക്കിംഗ് വീഡിയോ ചെയ്ത വിഷ്ണു, സ്പോട്ട് എഡിറ്റ് ചെയ്ത മനു, ലൊക്കേഷനിൽ സൗണ്ട് ചെയ്ത മിഥുൻ, മാനേജേഴ്സായിട്ടുള്ള രാജു അരോമ, ഹംസീറൻ പ്രസാദ്. ഇവരോടൊപ്പം എനിക്ക് ഇതിനകത്തൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടായിരുന്നു. അത് ഷാരിസ് മുഹമ്മദ്, ഷാരിസിന് വരാം, ദേവദത്ത് ഷാജി, മുഹമ്മദ് ഷാഫി ആൻഡ് സ്റ്റെഫി സേവിയർ. ഇത്രയും പേര് ദയവീത് വരാം. കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധ്, ഞാൻ വിളിക്കാൻ മറന്നുപോയി. വിവേക് കൂടി വരണം. വിവേകില്ലേ? ഞാൻ ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ സിനിമ എത്രത്തോളം പണിപ്പെട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞു. അവരെല്ലാം എൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ ഈ സിനിമ എൻ്റെതല്ല, ഇവരുടേതാണ്. ഇവരില്ലെങ്കിൽ സംവിധായകനില്ല, നിവിൻ പോളിയില്ല, ഷറഫുദ്ദീൻ ഇല്ല, ബാലചന്ദ്രമേനോനില്ല, ആരുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകനെന്ന് ഞാൻ വിശ്വസിക്കുന്ന KG ജോർജ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ എന്നോട് പറഞ്ഞു, ഒരു സംവിധായകൻ ചെയ്യേണ്ടത് യു ഷുഡ് നോ ഹൗ ടു യൂസ് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംവിധായകനാവാം എന്നാണ്. അപ്പോൾ ഇത്രയും ടാലൻറ്റുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയുടെ കൈവപ്പ് ഇവർക്കുള്ളതാണ്. ഇവരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ സിനിമയുടെ ലോഞ്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോസ്റ്ററിലെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ പേരാണുള്ളത്. പക്ഷെ ഇവിടെ ഒരിക്കലും ലൈംലൈറ്റിൽ വരാത്ത സിനിമയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികൾ ഉണ്ട്.
ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ ചേർന്നാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ഒരിക്കൽ ശ്രീ കമൽഹാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വാഹിനി സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ തുടങ്ങിയ സ്റ്റുഡിയോകളിൽ തമിഴ്നാട്ടിലെ വേനലിൽ അന്ന് AC ഫ്ലോറില്ല, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസ്പെറ്റോ ഷീറ്റാണ് മുകളിലിട്ടിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഹോൾഡ് ചെയ്ത് ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടാവും. ആസ്പെറ്റോസിന് താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ ചൂടും. അവര് കുടുകുട വിയർത്തൊഴുകും. താഴെ ഷോട്ടിൽ നിൽക്കുന്ന എൻ്റെ ദേഹത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ വീടും എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഉപ്പ് വീണാണ് ഓരോ താരവും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം. അത് ഈ വേദിയിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരവും നടനുമായ ശ്രീ മോഹൻലാൽ സാറിന് മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ഈ വേദി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിരിക്കാം.